പറയട്ടെ, എൻ്റെ മുന്നിലാണ് ഇത് പറഞ്ഞെങ്കിൽ ഞാൻ ചെകളടിച്ച് ഞാൻ പൊട്ടിച്ചേനെ. സത്യം പറയാതെ ഞാൻ മോന്തടിച്ച് ഞാൻ പൊട്ടിച്ചേനെ. ഞാൻ ഇന്ന് വരെ എൻ്റെ ചാനലിൽ ഞാൻ ഇന്നത്തെ സംസാരിച്ചിട്ടില്ല. നമസ്കാരം. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഒക്കെ തന്നെ കമന്റ് സെക്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ കമന്റ് സെക്ഷൻ എന്തിനാണ് വെച്ചേക്കുന്നത്? കാണുന്ന പ്രേക്ഷകർക്ക്, വ്യൂവേഴ്സിന് അവരുടെ അഭിപ്രായങ്ങളും സജഷൻസും വിമർശനങ്ങളും ഒക്കെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അതിനകത്ത് എന്ത് വിമർശനങ്ങളും രേഖപ്പെടുത്താം, എന്ത് അഭിപ്രായവും രേഖപ്പെടുത്താം. എന്നാൽ ഈ വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ തന്നെ പരിധി ലംഘിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അവിടെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ പരിധി കടന്ന് ഒരിക്കലും പോകാൻ പാടില്ല. ഒരു വ്യക്തിയെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന രീതിയിൽ അയാളുടെ കുടുംബത്തെ വലിച്ചിഴിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികളെ വലിച്ചിഴിച്ച് അവരെ മോശക്കാരാക്കി ചിത്രീകരിച്ച് വൃത്തികേടുകൾ പറയാൻ വേണ്ടിയിട്ട് കമന്റ്സ് ഇടുന്ന ഒരു വ്യൂവറിനും അവകാശമില്ല, അധികാരമില്ല. എന്നാൽ ചില നികൃഷ്ട ജന്മങ്ങൾ അവിടെയും ഇറങ്ങിയിട്ടുണ്ട്. എന്ത് തോന്നിവാസം വേണമെങ്കിലും കമന്റ്സിലൂടെ വിളിച്ച് പറയാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുകയാണ്. ഡേ ആൻഡ് നൈറ്റ് അവർ ഇതിനു വേണ്ടിയിട്ട് അങ്ങ് പ്രവർത്തിക്കുകയാണ്. അവർക്ക് എന്തോ ചില മാനസിക രോഗങ്ങളുണ്ട്. ഇനിയും കമന്റ്സിൽ മാത്രമല്ല കേട്ടോ, യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ചില അവളുമാർ ഇറങ്ങിയിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് മുഖം കാണിച്ചിട്ട് ഒരു ചാനൽ അങ്ങോട്ട് തുടങ്ങിയിട്ട് ആ ചാനലിലൂടെ വന്നിരുന്ന് എന്ത് വൃത്തികേടും വിളിച്ചു പറയും. എനിക്ക് തോന്നുന്നു ആണുങ്ങളെക്കാട്ടിൽ കൂടുതൽ വൃത്തികേടുകൾ വിളിച്ചു പറയുന്നത് പെണ്ണുങ്ങളാണ്. കാരണം ആണുങ്ങൾക്ക് കുറച്ച് നിയമത്തെ പേടിയുണ്ട്. പെണ്ണുങ്ങളാകുമ്പോൾ പെണ്ണുങ്ങളെ നിയമം വലുതായിട്ടൊന്നും ചെയ്യത്തില്ല എന്നുള്ള ആ ഒരു ധൈര്യം ഇവളുമാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വായി തോന്നിയ വൃത്തികേടുകളും വൃത്തികെട്ട മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു സ്ത്രീയെക്കുറിച്ചും പുരുഷനെക്കുറിച്ചും കുട്ടികളെക്കുറിച്ച് വേണമെങ്കിലും ഇവർ വിളിച്ചു പറയും. അവർക്ക് ആരെയും പേടിയില്ല, ആരുടെയും മുഖം നോക്കത്തില്ല. ചുമ്മാ കിടന്ന് വളവളാന്ന് വന്നിരുന്നങ്ങ് സംസാരിക്കുകയാണ്. ആരവരെ പറ്റിയിട്ട് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാലും അവർക്കൊരു പേടിയില്ല. ഇനിയും നമ്മളെ പറ്റി എന്തെങ്കിലും മോശപ്പെട്ട രീതിയിൽ പറഞ്ഞിട്ട് നമ്മൾ ഇവർക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്താലോ പിന്നെ ഫുള്ളങ്ങ് അഭിനയമാണ്. അവർക്ക് ദേഹം തളരുന്നു, അവർക്ക് വയ്യ, ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നു. പോലീസുകാരെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം അങ്ങ് അഭിനയമാണ്, നാടകമാണ്. എനിക്ക് വയ്യ, എനിക്ക് വരാൻ വയ്യ, എനിക്ക് ഒട്ടും വയ്യ, എനിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞങ്ങ് നാടകം കളിക്കും. അതോടുകൂടിയിട്ട് എല്ലാം കംപ്ലീറ്റഡ്. നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പൊ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുറേ അവളുമാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ വീഡിയോയിൽ ഞാൻ അവളുമാരെ പറ്റിയിട്ടാണ് പറയുന്നത്, അവന്മാരെ പറ്റിയിട്ടല്ല. കമന്റ് സെക്ഷനിലും ഇത്തരം അവളുമാരുണ്ട്. ചില ചേച്ചിമാരും ചില അമ്മച്ചിമാരും ചില ആന്റിമാരും അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് സ്ത്രീകളെ പറ്റിയിട്ട് മോശം പറയാൻ വേണ്ടിയിട്ട്. അവർ സ്ത്രീകളെ പറ്റിയിട്ടും കുട്ടികളെ പറ്റിയിട്ടും അനാവശ്യം പറഞ്ഞങ്ങിടും. അപ്പൊ അതുപോലെ അനാവശ്യം പറഞ്ഞ ചില ചേച്ചിമാരെ നല്ല രീതിയിൽ തിരിച്ച് മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ അസ്ലാമേരി ഇട്ടിട്ടുണ്ട്. അസ്ലാമേരി നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, യൂട്യൂബറാണ്. അപ്പൊ അസ്ലാമേരിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പറ്റിയിട്ട് പോലും മോശപ്പെട്ട രീതിയിലുള്ള കമന്റ്സുകൾ ഇട്ട അവളുമാരെ പറ്റിയിട്ടാണ് അസ്ലാമേരി പറയുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നെഗറ്റീവ് ഇടുന്നു, ഹസ്ബൻഡിനെ പറ്റി നെഗറ്റീവ് ഇടുന്നു, ഒക്കെ ഇടുന്നത്. ജനിക്കാൻ പോകുന്ന ഒരു കൊച്ച് വയറ്റിൽ ഇതുവരെ അത് പുറം കണ്ടിട്ടില്ല, അത് അലസി പോവാതിരുന്നാൽ മതി എന്നാണ്. എങ്ങനെ 2 കൊച്ചുങ്ങൾ ഉണ്ടാക്കി? അതിൽ പറയുന്നോണ്ട് നമുക്ക് ഈ കൂടെ കിടന്ന് കൊച്ചിനെ ഉണ്ടാക്കാൻ ആർക്കും പറ്റൂ കേട്ടോ, ആർക്കും പറ്റും. പക്ഷേ ഒരു അമ്മയുടെ മനസ്സ് കിട്ടാൻ അത് കുറച്ച് പ്രയാസപ്പെടുന്ന വേണമെന്ന് എനിക്ക് തോന്നുന്നത്. അതിനൊരു ഇച്ചിരി ഇത് തന്നെ വേണം. അല്ലാതെ ഒരു ഗർഭിണി 7 മാസമായിരിക്കുന്നു, 7 മാസം നമ്മൾ എനിക്കും എൻ്റെ ഭർത്താവിനും കുടുംബത്തിനും നമ്മളെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്കും ഒക്കെ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴും കാര്യങ്ങളും നമ്മളുടെ ഓരോ ദിവസം പോണത്, ഓരോ മിനിറ്റ് പോണത് ഈ കുഞ്ഞ് എങ്ങനെയായിരിക്കും, ഈ കുഞ്ഞെ വളരുന്നത്, നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലാത്തതിലും ഉള്ളതിലും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇമ്മാതിരി കമന്റ്സ് പിന്നെന്താ? വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ പറ്റിയിട്ട് ഒരമ്മയോട് കമന്റുകൾ പറയുമ്പോൾ അവരുടെ മനസ്സ് എത്രമാത്രം വേദനിക്കും, അവരേത് രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പണ്ടുള്ള കാരണവന്മാർ പറയും ഗർഭിണികളായിട്ടിരിക്കുന്ന സ്ത്രീകൾ ഒരു കാരണവശാലും മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല, മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ, പേടിക്കുന്ന രീതിയിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ പാടില്ലെന്ന് പറയും. കാരണം അത് ഉള്ളിൽ കിടക്കുന്ന കുട്ടിയെയും അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡയലോഗ് പറയുന്നത്. പക്ഷേ ഇതുപോലുള്ള നികൃഷ്ട ചേച്ചിമാർക്കും ആന്റിമാർക്കും ഇതൊന്നും അറിയത്തില്ല. അവരുടെ ഒരു വിഷയം എന്ന് പറയുന്നത് ചില സ്ത്രീകളെ സന്തോഷിക്കുന്നത് കാണുമ്പോൾ അവർക്കുള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം, ആ വിഷമം വെച്ചിട്ടാണ് ഇത്തരം കമന്റുകൾ ഇടുന്നത്. ഒരു മാനസിക രോഗമാണ് സത്യത്തിൽ. നമ്മൾ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, നമ്മൾ ചീത്ത വിളിച്ചാലും ഇതുപോലുള്ള മറുപടി കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുമാരൊന്നും അവസാനിപ്പിക്കത്തില്ല. ഇവളുമാർക്ക് പേടിയില്ല. ഇത്തരം കമന്റുകൾ ഇടുന്നത് എന്തായാലും പുരുഷന്മാരായിരിക്കത്തില്ല, മെയിൻ ആയിട്ട് സ്ത്രീകളായിരിക്കും.
കാരണം ഈ രംഗത്ത് ഇപ്പൊ സ്ത്രീകളുടെ എണ്ണമാണ് കൂടുതൽ. ഞാൻ പറഞ്ഞില്ലേ, പുരുഷന്മാർക്ക് പേടിയുണ്ട്. കാരണം സൈബർ ക്രൈമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്താലും പുരുഷന്മാരെ പിടിച്ചുകൊണ്ട് പോകും പോലീസുകാർ. സ്ത്രീകളാകുമ്പോൾ പോലീസുകാരും കണ്ണടയ്ക്കും. കാരണം സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് നിയമങ്ങളുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവളുമാർ ഇതുപോലുള്ള കമന്റുകൾ ഇടും. ഇപ്പൊ അസ്ലാം ഏരിയയെ പറ്റിയിട്ട് മാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് നിരവധി സ്ത്രീകളെ പറ്റിയിട്ട് ഇത്തരം കമന്റുകൾ ആൾക്കാർ ഇടുന്നുണ്ട്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഞാൻ പറയുമ്പോൾ ചില ആൾക്കാർ ക്ലീഷേ ഡയലോഗുമായിട്ട് വരും. അവളുമാര് കാണിച്ചിട്ടല്ലേ കമന്റ് ഇടുന്നതെന്ന്. ആയിക്കോട്ടെ, കാണിച്ചിട്ടായിരിക്കാം. പക്ഷേ കമന്റുകൾ ഇടുന്നതിനും പരിധികളുണ്ട്. ഇത്തരം കമന്റുകൾ ഇടാൻ വേണ്ടിയിട്ട് ആർക്കും അവകാശമില്ല. അവരുടെ ഗർഭത്തെ പറ്റിയിട്ടും അവരുടെ പ്രഗ്നൻസിയെ പറ്റിയിട്ടും പ്രഗ്നൻസി ജേണിയെ പറ്റിയിട്ടും ഒക്കെ തന്നെ അവർ വീഡിയോസ് ഇടുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് നമുക്ക് വിമർശനങ്ങൾ നടത്താം, നമുക്ക് സജഷൻസ് രേഖപ്പെടുത്താം, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കാം. പക്ഷേ ഇതുപോലുള്ള കമന്റ്സുകൾ ഇടാൻ ആ കുട്ടി അലസിപ്പോകും, ആ കുട്ടി ഇല്ലാതെയാകും. ഇത്തരം കമന്റ്സുകൾ ഇടാൻ ഒരാൾക്കും അവകാശമില്ല. അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം. അതായത് നിയമത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈബർ സ്പേസിൽ നടക്കുന്ന ക്രൈമുകൾ എന്നുള്ള കൂട്ടത്തിലാണ് ഇതിനെയും പെടുത്തുന്നത്. ഇതൊരു സൈബർ ക്രൈം തന്നെയാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ നെറ്റും റീചാർജ് ചെയ്തിട്ട് ഓരോരുത്തരുടെ വീഡിയോയും കണ്ട് കുറെ അവളുമാരിപ്പുണ്ട്. ഇവളുമാർക്കൊക്കെ മാനസിക രോഗമാണ്. ഇവളുമാരെ പറ്റിയിട്ട് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നല്ല രീതിയിൽ കുടുംബവും ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്ന സ്ത്രീകളായിരിക്കും. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഒരു മാനസിക വിഷമം. സ്ത്രീകൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ ഒരു മാനസിക വിഷമം, ആ വിഷമം വെച്ചിട്ടാണ് ഇവളുമാരൊക്കെ ഇങ്ങനെ കമന്റ് ഇടുന്നത്. ഒരു പഴഞ്ചൊല്ലുണ്ട്, ആ പഴഞ്ചൊല്ല് ഞാൻ പൂർണ്ണമായിട്ടും പറയുന്നില്ല. പെണ്ണ് ഡാഷ് ബ്രഹ്മനും തടുക്കുമോ എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. ആ പഴഞ്ചൊല്ലാണ് ഇവിടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത്. കുറേ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് യൂട്യൂബിൽ മുഖം കാണിച്ചും മുഖം കാണിക്കാതെയും തോന്നിവാസം കാണിക്കുന്നത്. ഇവളുമാരെയൊക്കെ എന്ത് ചെയ്യാനാണ്? ചാനലിൽ ബാൻ ചെയ്ത് കളയാൻ പോലും ഒരവസ്ഥയില്ല, ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. നമ്മൾ ബാൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. കേസ് കൊടുത്താലും പ്രയോജനമില്ല, എന്ത് ചെയ്താലും പ്രയോജനമില്ല. ദൈവത്തിന് പോലും ഇവളുമാരെയൊക്കെ പേടിയാണ്. പിന്നെന്താ, വേറെ ഒരുത്തി കേട്ടെ, കുട്ടി താഴ്ന്ന് അങ്ങ് വീഴോ? നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നത്? എന്താ പറയാ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അടി കൂടണേ? മതം പറഞ്ഞാണ് ഇവിടെ അടി കൂടിക്കൊണ്ടിരിക്കുന്നത്. ഏത് മതമാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത്? ഒരാളുടെ ഒരു ഗർഭിണിയായ പെണ്ണിനെ നിങ്ങൾക്ക് നിങ്ങളെ വായി തോന്നിയൊക്കെ പറയാൻ വേണ്ടിട്ട്, സത്യം പറയട്ടെ, ഞാൻ എന്റെ മുന്നിലാണിത് പറഞ്ഞാൽ ഞാൻ എനിക്കെന്ന് പറ്റി ഞാൻ നമ്മളെ പറ്റി പറയണ പോലെയല്ല, നമ്മുടെ കുഞ്ഞിനെ പറ്റി തൊട്ട് കളിക്കുമ്പോ എങ്ങനെയാണ് നിങ്ങളെ സ്വന്തം വീട്ടിൽ നിങ്ങൾ തന്നെ നോക്കി നോക്കി നിങ്ങൾക്ക് എങ്ങനെയാ പെരുമാറുന്ന കാര്യങ്ങളൊക്കെ. എന്നെ നിങ്ങൾക്ക് അറിയ പോലും ഇല്ല സത്യത്തിൽ. യൂട്യൂബ് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് ദ്രോഹത്തിനോ അടി ഉണ്ടാക്കാനോ പേഴ്സണലി എന്നെ അറിയ പോലും ഇല്ല. എന്നെ വന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വന്തം കുടുംബത്തിൽ നിങ്ങളൊക്കെ എന്തായിരിക്കും? നിങ്ങൾക്ക് ഏത് വിഷജന്തുക്കൾ തന്നെ ഞാൻ പറയത്തുള്ളൂ, വിഷജന്തുക്കളായിരിക്കും. എനിക്കിപ്പോ ഈ വീഡിയോ ചെയ്തുകൊണ്ട് എനിക്കിപ്പോ ഞാൻ പിന്നെ യൂട്യൂബർ ആണല്ലോ. ഈ അസ്ലാം ആകെ ഇങ്ങനെ പറഞ്ഞു, അവൾക്ക് എന്ത് അഹങ്കാരം. എനിക്ക് കുഴപ്പമില്ല, എന്നെ പറഞ്ഞാൽ ഞാൻ അന്ന് സഹിച്ച്. ഞാൻ എന്റെ ഭർത്താവിനെ പറഞ്ഞാൽ സഹിച്ച്, വീട്ടുകാരെ പറഞ്ഞാൽ സഹിച്ച്. പക്ഷെ എന്റെ വരാൻ പോണ കുഞ്ഞിനെ പറഞ്ഞാൽ ഞാൻ സഹിക്കത്തില്ല. അതിപ്പോ ആരാണെങ്കിലും ശരി, ഇപ്പൊ എനിക്ക് എത്ര അടുപ്പുള്ളവരാണെങ്കിലും ശരി. നിങ്ങൾ ബാക്കി നാട്ടുകാരെ നന്നാക്കാൻ നോക്കണേക്കാളും മുമ്പ് സ്വയം നിങ്ങൾ നന്നാവാം. നിങ്ങൾ ജഡ്ജ് ചെയ്യാം. ഇനി എന്റെ ഡ്രസ്സാണ് എല്ലാവർക്കും. ഇതുപോലുള്ളവളുമാർക്ക് എത്ര മറുപടി കൊടുത്താലും കാര്യമൊന്നുമില്ല. പിന്നെ ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കും. കാരണം നാണോ മാനോ ഒന്നുമില്ല, നല്ല തൊലിക്കട്ടിയാണ്. നാണോ ഇല്ല, മാനോ ഇല്ല, അഭിമാനോ ഇല്ല, ഒന്നുമില്ലാതെ അങ്ങ് ഇറങ്ങി തിരിച്ചേക്കുന്ന ചില സ്ത്രീകളാണ്. ഇവർക്ക് എത്ര മറുപടി കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഇതേ പ്രവൃത്തി ഇവർ പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവർ സ്വയം ഒന്ന് വിചാരിച്ചോളൂ, നിങ്ങൾക്കൊരു മാനസിക രോഗമുണ്ട്, അപ്പൊ ചികിത്സ തേടുന്നതായിരിക്കും നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിനെ തന്നെ ബാധിക്കും. ഭാവിയിൽ നിങ്ങളുടെ കുടുംബത്തെ പറ്റിയിട്ട് പോലും ഇത്തരം കമന്റ്സുകൾ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തോന്നിപ്പോകും. അതാ ഞാൻ പറഞ്ഞു, ഒരു വല്ലാത്ത മാനസിക രോഗമാണ്. മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ കമന്റുകൾ ഇട്ട് അവർ വിഷമിക്കുന്നത് കാണുമ്പോൾ ഇവർ സന്തോഷിക്കേണ്ട, ഇവരുടെ സന്തോഷം നമുക്ക് ഇല്ലാതാക്കാം എന്ന ആ ഒരു ത്വരയുണ്ടല്ലോ, സന്തോഷം ഇല്ലാതാക്കി അവരുടെ വിഷമം കണ്ട് സുഖിക്കാനുള്ള ആ ഒരു ത്വര,
ആ ത്വരയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞ വലിയ കൂടിയനം മാനസിക വിഭ്രാന്തിയാണ്, രോഗമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളത് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ, സ്വയം മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പ്രശ്നമാണ്. പിന്നെ ഇത്തരക്കാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് മറുപടി കൊടുക്കേണ്ടതെന്ന് അറിയാമോ? ഇവര് കമന്റുകൾ ഇടുമ്പോൾ അതേ കമന്റ് സെക്ഷനിൽ കമന്റുകൾ ഇടുന്ന മറ്റ് ആൾക്കാരുണ്ടല്ലോ, മറ്റു വ്യൂവേഴ്സ് ഉണ്ടല്ലോ, അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുമാർക്കൊക്കെ മറുപടി കൊടുക്കേണ്ടത്. കമന്റ് സെക്ഷൻ മൊത്തം എതിരാകുന്ന സമയത്ത് ഇവളുമാരെ താനെ ഈ പരിപാടി അങ്ങ് നിർത്തിക്കോളും.